വെള്ളറുടെ വത്സമാമ അഭിലേഷുണ്ട ഉണ്ടാക്കുന്ന പോലെ ഈ ഭൂമി തീരാൻ പോവുക. സ്വോത്രം. ഞങ്ങളല്ല പറയുന്നത് സോമദാസ് സാർ ISR. അത് കഴിഞ്ഞിട്ട് ദാണ്ട് സൂര്യാഘാതം മരണം 3 ഒരു ദിവസത്തിൽ കേരളത്തിൽ 3 പേർ മരിച്ചു. സൂര്യാഘാതം, സോളാർ ഇമ്പൾസ് റേഡിയേഷൻ ഓരോന്നായി കേൾക്കണം. പാറശാല പരശുവയ്ക്കൽ അവിടെ രാജുചേട്ടൻ പഠിക്കുമെന്നു. ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്നില്ല. 2:30 വന്നപ്പോൾ കുഴഞ്ഞു വീട് കിടക്കുന്നു. പാറശാല ആശുപത്രി ചെന്നപ്പോൾ പറഞ്ഞു ഇത് ഹാർട്ട് അറ്റാക്ക് അല്ല, റേഡിയേഷൻ അടിച്ച മെഡിക്കൽ കോളേജ് കൊണ്ട്. അവിടെ ചെന്നപ്പോൾ ആള് പോയി. കൊലക്കത്തി വേണ്ട, കൊല്ലാൻ കൊട്ടേഷൻ ടീം വേണ്ട. ഗ്ലോബൽ വാർമിംഗ്, അൾട്രാ വയലറ്റ് റേഡിയേഷൻ സൂര്യൻ മനുഷ്യനെ കൊല്ലു. മനസ്സിലാക്കുന്നവർക്കായി ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം. ഫ്രാൻസ് 4000 പേരാ മരിച്ചത്. ബെൽജിയം എല്ലായിടത്തും ചൂട് അടിച്ചുകൊണ്ടിരിക്കുക. ദൈവം ഭൂമിക്ക് വെച്ച ചൂട് 17 ഡിഗ്രി സെന്റിഗ്രേഡ്. ദാണ്ട് കേരളത്തിൽ ഒരു ദിവസം എത്ര ഭയങ്കര ചൂട്. ഒറ്റ ദിവസം ദാ കിടക്കുന്നു 3 പേര് റേഡിയേഷനിൽ മരിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് പുനലൂരും പാലക്കാട്. ദൈവം വെച്ചത് 17. ഇന്ന് പെരുങ്കടവിള ആലത്തൂരും പടപ്പിത്തോട്ടും എല്ലാം അടിക്കുന്നത് 38-40. കുവൈറ്റിൽ 50, ദുബായിൽ 48, സൗദിയിൽ 46. സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങുന്നു. പണ്ട് കാനഡയിലേക്ക് പോയ കീഴാറുള്ള ശോശമാമ 4 ബ്ലാങ്കറ്റ് 4 ഷൂസ് ഷോക്സുമായിട്ടാണ് പോയത്. ഇപ്പം കാനഡയിലെ ചൂട് കൊണ്ട് ബ്ലാങ്കറ്റ് എല്ലാം എടുത്ത് അടുപ്പിലിട്ടു. മനസ്സിലാകുന്നവർക്കായി സ്വോത്ര. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചൂടടിക്കുന്നു. മനസ്സിലാകുന്നവർക്കായി അന്ത്യകാലത്തിലേക്ക് ലോകം വന്നു. ഇന്ന് രാത്രി കേൾക്കണ സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങുമോ? ബൈബിളിനകത്തുണ്ടോ? ഇതൊരു സാമ്പിളാ. അഥവാ പ്ലെയിൻ വരുന്നതിന് വിട്ട് സിഗ്നൽ, ട്രെയിൻ വരുന്നതിന് വിട്ട് സിഗ്നൽ, കർത്താവിൻ്റെ വരവിൻ്റെ സാമ്പിളാ ഈ സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങും. ബൈബിളിനകത്തുണ്ടോ? വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം. സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങും. വായിക്കാം മക്കളെ, വെളിപ്പാട് 16:8 വായിച്ചോട്ടെ. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. കിടക്കുന്ന മനുഷ്യൻ തീ കുണ്ടത്തെ ചവിട്ടുന്ന പോലെ തീ കൊണ്ട് മനുഷ്യനെ കൊല്ലുവാൻ അധികാരം. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യയിലും ഒക്കെ ഉള്ളായിരുന്നു ചൂട്. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ ചൂട്. അമേരിക്കയിലും പെരും ചൂട്. അതാ ബൈബിൾ ധ്രുവദീപ്തി. ഇതാ കിടക്കുന്നു. അടുത്ത വാക്ക് ഞാൻ പറയുമ്പോൾ മോൾ വായിക്കണം, വാക്ക് മാറ്റരുത്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞു പകൽ സൂക്ഷിച്ച് യാത്ര ചെയ്യണം. നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു 11 മുതൽ 2 വരെ റോഡിൽ ഇറങ്ങരുത്, സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങും. മനസ്സിലാകുന്നവർക്കായി പാലക്കാട് വെൽഡിംഗ് തൊഴിലാളിക്ക് പൊള്ളലേറ്റു. വെള്ളറുടെ പോയ പാസ്റ്ററും ആൻറ്റിക്കും ഓരോ റേഡിയേഷൻ കിട്ടി. മനസ്സിലാകുന്നവർക്കായി അതാ കിട്ടിയത്. എവിടാ കിട്ടിയത്? തോളിനകത്ത് പൊള്ളൽ, ചുവന്ന പാട്. അത് കഴിഞ്ഞ് പുനലൂരിൽ പൊള്ളലേറ്റു. അതിൻ്റെ പേരാ സോളാർ ഇമ്പൾസ് റേഡിയേഷൻ. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ബൈബിളിനകത്തുണ്ടോ? വായിക്കാം. മനുഷ്യൻ അത്യുഷ്ണത്താൽ. വായിച്ചിട്ട് മോളെ അടുത്ത വാക്ക് മനുഷ്യൻ. വെളിപ്പാട് 16:8 മനുഷ്യൻ അത്യുഷ്ണത്താൽ. വായിക്കാം. വെളിപ്പാട് പുസ്തകം 16-8 വാക്യം വായിച്ചട്ടെ. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം. തീ കൊണ്ട് മനുഷ്യനെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. അടുത്ത വാക്ക് മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഇന്ന് രാത്രി കറുത്തമുത്തും ചന്ദനമഴയും കാണാതെ ടെലിവിഷൻ ഒന്ന് കണ്ടാട്ടെ. സ്വോത്രം. ബെൽജിയത്തിലും ഇറ്റലിയിലും ഫ്രാൻസിലും ചൂടത്ര. ദൈവം വെച്ച ചൂട് മാറി ആകാശത്തിന്റെ തട്ടുകൾ ഇളകി. അങ്ങനെയെങ്കിൽ താമസമിന. എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും കേട്ടാട്ട് ഈ സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങും. എന്നാൽ ഞങ്ങളുടെ പ്രത്യാശ ഈ സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങുന്നതിന് മുമ്പ് നീതി സൂര്യൻ രോഗോപശാന്തിയോടെ കരമുയർത്തുന്നവർക്കായി മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടങ്ങളെ പോലെ ഈ തലമുറയിൽ എൻ്റെ പ്രിയൻ വരാറായി. രണ്ടാമത്തെ കാര്യം, ആകാശത്തിൽ നിന്ന് പാറ വീഴും. പെരുങ്കടവിളയിലും ആലത്തൂരും പലപ്പിത്തോട്ടവും പാലിയോടും ഡാലുമുഖമല്ല. ആകാശത്തിൽ നിന്ന് ആകാശം പാറ വീഴും. മനുഷ്യൻ ഞെട്ടാൻ പോകുന്ന കാലം. വായിക്കുന്നു വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 10-11. ആകാശ പാറ വീഴുമോ? ആകാശ പാറ. വെളിപ്പാട് 8-10-11 കുഞ്ഞു വായിച്ച് സഹായിക്കാം. മൂന്നാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം. ദീപം പോലെ ജ്വലിക്കുന്ന മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. നദികളിൽ 3-1 ദാ വീഴുന്ന നെയ്യാറിൽ വീഴും, കരമനയാറിൽ വീഴാൻ പോകുന്ന നക്ഷത്രം. നീരുറവുകളിന്മേലും ആയിരുന്നു വീണത്. അവിടെ നിൽക്കട്ടെ മോൾ, ഓടിപ്പോകരുത്. രണ്ടാമത്തെ സയൻസ്. വെല്ലൂരിൽ ആളെ കൊന്നത് ഉൽക്കാവ്. ആകാശത്തിൽ പാറയുണ്ട്. ആകാശ പാറ. സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അതിൻ്റെ പേര് ആസ്ട്രോയിഡ്. 4 സെന്റിമീറ്റർ മുതൽ 750 വരെ ആകാശ പാറയുണ്ട് ആകാശത്തിൽ. അതിനെ വിളിക്കുന്ന മലയാളം ഉൽക്കാവ്, ഇംഗ്ലീഷിൽ ആസ്ട്രോയിഡ്. ദാണ്ടേ വെല്ലൂരിൽ ആളെ കൊന്നത് ഉൽക്കാവ്. രണ്ടാമത്തെ കാര്യം, ക്രിസ്ത്യൻ ഗുഡ് ലൈവ് കൊടുക്കണേ മോനെ, കറക്റ്റ് ആയിരിക്കണം, കമന്റ് വരരുത്. റഷ്യക്ക് മീതെ പൊട്ടിച്ചെറിയ പാറയ്ക്ക് ഹിരോഷിമ
ബോംബിന്റെ 30 ഇരട്ടി ശക്തി. ഹിരോഷിമയിൽ നാഗസാക്കിയിൽ ബോംബിട്ടിട്ട് 1.5 ലക്ഷം പേരെ വീണോള്. പക്ഷെ അതിന്റെ 3 ഇരട്ടി 45 ലക്ഷം ജനത്തെ വരെ കൊല്ലാനുള്ള പാറ ആകാശത്തിലുണ്ടെന്ന് ഈ സമയത്ത് പെന്തിക്കോസുകാരെല്ലാം കേൾക്കണം. പൂവാറിലും കാണും ഏതെങ്കിലും പാറ കത്തുന്ന കണ്ടാൽ ഞങ്ങളുടെ പാസ്റ്റർമാർ ഉടനെ പറയും കർത്താവ് വരുന്നെന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അങ്കമാലി തീകോളം കണ്ടു കഴിഞ്ഞാൽ ഉടനെ പറയും കർത്താവ് നാളെ വരുന്നെന്ന്. ഇസ്രായേലിലെങ്ങാനും ഒരു പാറ കത്തിയാൽ കൊല്ലത്തുകാരി ഒരു പെങ്കൊച്ചു പറയും വീടും കാറും എല്ലാം വിറ്റോളാം. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ഇതിനകത്തങ്ങ് വീണ് പോകരുത്, സ്വോത്രം. നിങ്ങളുടെ കാശ് പോകത്തേ ഉള്ളൂ. യേശു പറഞ്ഞ 3 കാര്യം നടക്കണം. പാറ വീഴുന്നതല്ല. 1, രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെ സകല ജാതികൾക്ക് സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടണം. കരമുയർത്താം. അതാണ് ആര്യങ്കോട് ചന്ത കൺവെൻഷൻ. സ്വോത്രം. ഇനി ആരും കേട്ടില്ലെന്ന് പറയുന്നത്. 2ാമത്തെ കാര്യമാ ഇസ്രായേൽ അംശമായ കാഠിന്യം ഉണ്ടാവും. ഇന്ന് ഇസ്രായേലിൽ സൈറൺ നടങ്ങുന്നു. 3ാമത്തെ കാര്യം പത്രോസിലേക്ക് പറയുന്നു. എന്താ? ചിലർ താമസം വിനാ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ അല്പം താമസിക്കുന്നത് ചിലരും കൂടി മാനസാന്തരപ്പെട്ട് ഈ രക്ഷയുടെ പെട്ടകത്തിൽ കടക്കണം. സ്വോത്രം. അല്ല, പാറ കത്തുന്ന കണ്ട അമ്പൂരിയിലെ വെള്ളറുടെ ആറുകാണിയിലെ എസ്റ്റേറ്റ് വിൽക്കരുത്. സ്വോത്രം. ഇതൊക്കെ ഇവിടെ നടത്തുന്നത്. 2ാമത്തെ സയൻസ് എല്ലാവരും കേട്ടാട്ട്. ഈരാറ്റുപേട്ടയ്ക്കടുത്ത് ഞാൻ ടൗണിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ചന്തയിൽ. അന്ന് സിറ്റി ചാനൽ അവിടുത്തെ ഒരു ലൈവാ, ഭയങ്കര ലൈവാ. അവർ 2-3 ദിവസം പ്രസംഗം കൊടുത്തു. 3ാമത്തെ ദിവസം എനിക്ക് തിരിച്ചു പോകണം. ഈരാറ്റുപേട്ടയിൽ വണ്ടിയില്ല. കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു എനിക്ക് തിരുവനന്തപുരത്ത് കൺവെൻഷൻ ഉണ്ട്, രാത്രി തന്നെ പോകണം. അവർ പറഞ്ഞു സാറേ പാലായി കൊണ്ടുവിടാന്ന്. ഞാൻ പറഞ്ഞു എവിടെ കൊണ്ടുവിട്ടാലും മതി. പ്രസംഗം കഴിഞ്ഞ് ഉടുപ്പുമാർ 2 ചപ്പാത്തിയും കഴിച്ചു. പാലായി വന്നപ്പോൾ 11 മണിയായി. തൊടുപിടി എന്ന് ഒരു സൂപ്പർ ഫാസ്റ്റ് വരുന്നു. ഞാൻ സുഖമായി കയറി സീറ്റും കിട്ടി. പ്രസംഗിച്ചുകൊണ്ട് നല്ല ക്ഷീണം. ഏറ്റുമാനൂർ എത്താറായി. 40 മിനിറ്റ് ആയപ്പോൾ 11:40 കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വരുന്നത്. സാറിനാരും അങ്ങനെ 14 വിളിക്കത്തില്ല. ഞാൻ വിചാരിച്ചിന് വല്ലവരും മരിച്ചയാന്ന് വിചാരിച്ച് ഹലോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് സാറിൻ്റെ യോഗ്യത എന്തുവാന്ന്. സ്വോത്രം. വിദ്യാഭ്യാസം. ഞാൻ പറഞ്ഞു രാത്രി 11:45 എൻ്റെ വിദ്യാഭ്യാസം ചോദിക്കുക എന്തിനാണ് വിളിച്ചതെന്ന്. സ്വോത്രം. അപ്പോൾ പുള്ളി പറയുക ഞങ്ങൾ 3 ദിവസമായിട്ട് പ്രസംഗം കേൾക്കോ ഉറക്കോ ഇല്ലെന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ഞാൻ പറഞ്ഞു ഉറങ്ങാൻ നല്ലൊരു പരിപാടി തരാം, ബൈബിൾ വായിച്ചാൽ മതി, തന്നെ ഉറങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. സ്വോത്രം. മനസ്സിലാക്കുന്നവർക്കായി അദ്ദേഹം പറഞ്ഞ് സാധാരണ പുള്ളിയല്ല, പാലാ കോളേജിലെ പ്രൊഫസർ കത്തോലിക്കൻ. സ്വോത്രം. 3 ദിവസമായിട്ട് TV കണ്ടുകൊണ്ടിരിക്കുക. പുള്ളി സയൻസ് എല്ലാം ചോദിച്ചു. പുള്ളിക്ക് പിടി കിട്ടി നമ്മൾ വിദ്യാഭ്യാസം ഉള്ളതാന്ന്. ഉടനെ പുള്ളി എന്നോട് ചോദിച്ചു ഒരു സംശയം, താങ്കൾ വിദ്യാഭ്യാസം ഉള്ളതാ? എനിക്ക് പിടികിട്ടി, എൻ്റെ ഒരു മറുപടി തരണം. ബൈക്ക് 2 എണ്ണം പാലായിൽ കൂട്ടിയിടിക്കുന്നു. ഒറീസയിൽ ഒരു ട്രെയിൻ മറ്റേൻ്റെ മണ്ടേ കയറുന്നു. സ്വോത്രം. അത് കഴിഞ്ഞതിന് ശേഷം ആകാശത്തിൽ വിമാനത്തിൻ്റെ കൂട്ടിയിടി ഒഴിവുമാകുന്നു. ഈ ആകാശപ്പാറ എന്താ കൂട്ടിയിടിക്കാത്ത? ഞാൻ പറയാം സാറേ നല്ല ചോദ്യം. പക്ഷേ ഈ പാറ ഒരിക്കൽ കൂട്ടിമുട്ടോ. എന്നാൽ അത് കൂട്ടിമുട്ടുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും. കരമുയരുന്നില്ലല്ലോ. പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. നീ സ്വർഗത്തിൽ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ ഞാൻ സ്വർഗത്തിൽ കെട്ട്, നീ ഭൂമിയിൽ അടിക്കുന്നതൊക്കെ ഞാൻ സ്വർഗരാജ്യത്തിൽ അടിക്ക്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ക്രിസ്തുവാകുന്ന പാറമേൽ അടിക്കല്ലിട്ട് മൂലക്കല്ലാൽ പണിത ദൈവസഭ എടുക്കപ്പെടുന്നത് വരെ ആകാശത്തിൽ നിന്ന് പാറ വീണാൽ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അടുത്ത വരാൻ പോകുന്നു വാട്ടർ ഇൻഫെക്ഷൻ. വെള്ളം കുടിച്ചെല്ലാം തീരുമെന്ന്. അടുത്ത വാക്ക് വായിച്ചോട്ടെ. ആ നക്ഷത്രത്തിന് വായിച്ചോട്ട് മോളെ. ആ നക്ഷത്രത്തിന് 11ാമത്തെ വാക്യം. ആ നക്ഷത്രത്തിന് വായിക്കാം. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. കാഞ്ഞിരം എന്ന് പേർ. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെ ആയി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. എല്ലാം മരിച്ചു പോകുന്ന കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ട. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. അതിന്റെ പേരാ വാട്ടർ ഇൻഫെക്ഷൻ. ആകാശത്തിൽ നിന്ന് പാറ വീണാൽ അതിനകത്തൊരു സംഭവം ഉണ്ടാകും. എന്താ സംഭവം? ആ പാറയ്ക്കകത്ത് നിറങ്ങി വരുന്ന ചെറിയ സാധനമുണ്ട്. അതിൻ്റെ പേരാ ഏറ്റവും നിലാനമായി ഒരു തുള്ളിയുണ്ട്. അതൊരു പ്രത്യേകതരം തുള്ളിയാണ് പാറയ്ക്കകത്ത് നിറങ്ങി വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യേകത എന്താ? ഇൻഫെക്ഷൻ ഉണ്ടാവും. ആ പാറ ഇറങ്ങുമ്പോഴാണ് കാട്ടാക്കടയിൽ പത്രത്തിൽ വാർത്ത കുഞ്ഞമ്മാമ്മയുടെ കിണർ ഇടിഞ്ഞു താഴുന്നു. സന്തോഷമില്ലല്ലോ, മനസ്സിലാകുന്നവർക്കായി. ശോശാമാമ്മയുടെ കിണറ്റിൽ മഞ്ഞവെള്ളം. ഇന്നാളൊരമ്മച്ചി സഭയിൽ വന്ന് സാക്ഷ്യം പറയുക, ഞാൻ ആരാധനയ്ക്ക് വന്നപ്പോൾ ജ്യോതിമോള് എൻ്റെ കിണറ്റിൽ കൊണ്ടുപോയി 5 കലക്കി ഇപ്പോൾ കൊള്ളരുതാത്ത വെള്ളം വന്ന്. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞ് ജ്യോതിമോക്ക് മൊബൈൽ നോക്കാൻ സമയമില്ല, പിന്നെ ആ 5 കലക്കാൻ വരുന്ന. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ഇത് കിണറ്റിനകത്ത് നിന്ന് ആകാശപ്പാറയെന്ന് വീണതാ. മനസ്സിലാകുന്നവർക്കായി മഞ്ഞവെള്ളം, ഓരുവെള്ളം, ഇതെല്ലാം കാന്തൻ്റെ വരവിൽ. ഇതാ കിണർ ഇടിഞ്ഞു താഴുന്നത്. അങ്ങനെയെങ്കിൽ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ കുടിക്കുന്ന വെള്ളത്തിനകത്ത് ഇൻഫെക്ഷൻ, മനുഷ്യൻ കൂട്ടത്തോടെ ചാകുന്നൊരു കാഴ്ച വരും. മനസ്സിലാകുന്നവർക്കായി ഈ ദിവസങ്ങളിൽ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ ആകാശത്തിൽ നിന്ന് ഏതോ അസ്റ്റോയിഡ്, അതായത് ഈ ആലത്തൂർ പെരുങ്കടവിള നിങ്ങളോട് പറയുന്നത്, പാറ പൊട്ടിക്കുന്നതെല്ലാം കോറിയിലല്ല വീഴുന്ന, പുറത്ത് തെറിക്കും. അങ്ങനെയെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാൽ അസ്റ്റോയിഡിനകത്തുനിന്ന് വരുന്ന ഫ്ലൂറൈഡ്, ഇപ്പോഴാണ് എനിക്ക് കത്തിയത്, അത് വന്നു കഴിഞ്ഞാൽ മത്സ്യം കൂട്ടത്തോടെ ചത്തുപോകും. ബാക്കിയൂടെ കേൾക്കണം. വിഴിഞ്ഞം, പൂവാർ,
കടൽ മത്സ്യം മരിച്ചു കിടക്കുന്ന കാഴ്ച. എത്ര പേര് മീൻ മേടിക്കാൻ പോയപ്പോൾ വിഴിഞ്ഞത്ത് മത്സ്യം ചത്ത് കിടക്കുന്നു. പലരും പറഞ്ഞു മത്സ്യത്തിന് കുഴപ്പം പറ്റിയത്. മത്സ്യത്തിന് ഒരു കുഴപ്പമില്ല. അമ്മമ്മ ആകാശത്തിൽ നിന്ന് രാത്രി വീണ പാറ, അതിനകത്തെ ഫ്ലൂറൈഡ്, സമുദ്രത്തിലെ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താ? ആ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താ? അതിനകത്ത് സോഡിയം ക്ലോറൈഡ് ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ആവും. മത്സ്യത്തിൻ്റെ ചെകിളയിൽ ലായനി അടിക്കാൻ അവൻ രക്ഷയില്ല. പല്ലി വാല് മുറിച്ചിട്ട് ഓടുന്ന പോലെ ഓടി വന്ന് കടലിലെ മണലിൻ്റെ പുറത്ത് ചത്ത് കിടക്കുന്ന കാഴ്ച. വിഴിഞ്ഞം പൂവാർ മത്സ്യം കൂട്ടത്തോടെ ചത്ത് കിടക്കുന്ന കാഴ്ച. കർത്താവിൻ്റെ പരമ്പിൽ കൈവിടപ്പെട്ടു പോയാൽ അതുകൊണ്ടല്ലയോ വെള്ളം അമൂല്യമാണ്. കാട്ടാക്കട സിയോൻ അസംബ്ലിയുടെ കൺവെൻഷൻ നടക്കുമ്പോൾ നല്ല പൈപ്പ്, യേശു വരാൻ കാലമായെന്നല്ല, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്നല്ല, പൈപ്പ് ആവശ്യമില്ല, തുറക്കരുതെന്നു. സന്തോഷമില്ലല്ലോ. കൊറ്റാമം ഫാത്തിമ സ്കൂള് കുഞ്ഞുങ്ങൾ പഠിക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ കൈ എഴുതാൻ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ, അമ്മണി ടീച്ചർ വടിയായിട്ടിരിക്കുക, കൃത്യം അടയ്ക്കണം. ഇനി 3 വർഷം കഴിഞ്ഞാൽ ഞാൻ ആര്യങ്കോട് ഒറ്റശേഖരമംഗലത്ത് വന്നില്ല. അടുത്ത കാര്യം സെൻസർ പൈപ്പ് കേട്ടോണം. കൈ വെക്കുമ്പോൾ വെള്ളം വരും, സെക്കൻഡ് കൊണ്ട് അടയും. അപ്പം ഒറ്റശേഖരമംഗലത്തെ തോമാച്ചാമ്പുര പാസ്റ്ററെ വീണ്ടും ഞാൻ കൈ വെക്കുമെന്ന്. എൻ്റെ തോമാച്ച റേഷൻ മേടിച്ചിട്ട് പിറ്റേ ആഴ്ച ചെന്നാൽ റേഷൻ കടയിൽ ഇരിക്കുന്ന സഹോദരി പറയും ഏമാത്തി കാണിക്കാത്ത സ്ഥലം വിടാൻ. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. അതിൻ്റെ പേരാ സെൻസർ പൈപ്പ്. ഒരു പ്രാവശ്യം കൈവച്ചാൽ 4 മണിക്കൂർ കഴിഞ്ഞേ വെള്ളം കിട്ടൂ. അങ്ങനെ ഒരു കാലം വരാറായി. വെള്ളത്തിന് വലിയ വിഷയം വരും. കാന്തൻ്റെ പരമ്പിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ വരാൻ പോകുന്നത് വെള്ളം കിട്ടാത്തൊരു കാലം, ഇൻഫെക്ഷൻ വെള്ളത്തിനകത്ത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ നദികളിലും പുഴകളിലും എല്ലാം വരുന്നത് ഇൻഫെക്റ്റഡ് വാട്ടർ. എന്നാൽ ആ വെള്ളം കുടിക്കാൻ ദൈവം നമ്മളെ അനുവദിക്കുമോ? ഇല്ല ചേച്ചി. പണ്ടൊരു ആൻറ്റി ഉണ്ടായിരുന്നു, ശമരിയാക്കാരി അമ്മാമ. എത്ര പേർക്കറിയാം? ശമരിയാക്കാരി അമ്മാമ സുഗോറിൽ അപ്പനായ വല്യപ്പനായ യാക്കോബിൻ്റെ കിണറ്റിൻ്റെ അവിടെ നിൽക്കുക. എല്ലാവരും കേൾക്കണം. നമ്മുടെ ഉപദേശിമാരെല്ലാം പറഞ്ഞ് അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടെന്ന്. ഇപ്പം 5 കഴിഞ്ഞിട്ട് ഒരുത്തൻ്റെ ബൈക്ക് വെള്ളറുടെ കൂടെ കറങ്ങുവന്നു. സ്വോത്രം. വചനം അറിയാത്ത ഉപദേശിമാരാ. അവൾക്ക് 5.5 ഇല്ല 4.5 ഇല്ല. അവൾ 5 മലയിൽ ആരാധിച്ചുകൊണ്ടിരുന്ന അക്ര, സെയ്ത, സോറിയ, സീനായ്, ഈ മലയിലാണ്. ഇപ്പം നേരെ ചെമ്പൂര് വെള്ളറയ്ക്ക് വരാം. കർത്താവ് ഒരു കാര്യം ചെയ്തു. പെരുങ്കടവളി കാരക്കോണം വെള്ളറുടെ പിടിച്ചു. അപ്പോഴാണ് അവളെ കണ്ടത്. അവളുടെ അടുത്ത് കർത്താവ് ചോദിച്ചു, കുഞ്ഞെ വെള്ളം തരുന്നു. അവൾ പറഞ്ഞു, ഞാനൊരു ശബരിയാക്കാരി, നീ യഹൂദൻ കിട്ടത്തില്ലെന്ന്. നമ്മുടെ സ്വർഗ്ഗം ഒരു പാരാസെറ്റമോൾ കൊടുത്ത് അവൾ വീഴത്തില്ല, ആൻറ്റിബയോട്ടിക് കൊടുത്ത് വീഴത്തില്ല. കർത്താവ് വിചാരിച്ച് സംഭാഷണം കൂടുതൽ പോകണ്ട, ഒരു MRI നെഞ്ചിലോട്ട് കൊടുത്തു. മനസ്സിലാകുന്നവർക്ക് ആ സ്വോത്രം. അപ്പോഴത്തേക്ക് അവൾക്ക് കാര്യം മനസ്സിലായി. അവിടെ പാരഗണൻ്റെ ചെരുപ്പും പോയി, തൊട്ടിയും പോയി, എല്ലാം പോയി. യേശു അവളോട് പറഞ്ഞു, നീ ഇട്ട് മുക്കുന്ന വെള്ളം കുടിച്ചാൽ പിന്നെയും ദാഹിക്കും. എന്നാൽ ഞാൻ തരുന്ന നിത്യജീവന്റെ ജലം കുടിച്ചാൽ നിനക്കിനി ദാഹമുണ്ടാകത്തില്ല. അങ്ങനെയെങ്കിൽ ഇൻഫെക്ഷൻ വാട്ടർ. അവളെ ആദ്യം പരിശോധി പ്രസംഗിച്ചത് കുഞ്ഞോനുപദേശി, എഡ്വിനുപദേശി, സജുജാത്തന്നൂരുമല്ല. ശമരിയാക്കാരി അമ്മാമ്മ ഓടി വന്നിട്ട് മൈക്രോഫോണും എടുത്ത് ഒറ്റ പ്രസംഗം ചന്ത, ഞാൻ മഷികായെ കണ്ടെന്ന്. സന്തോഷമില്ലല്ലോ സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. അവക്കുള്ള തൊട്ടിയും പോയി, പാരകണ്ട ചെരുപ്പും പോയി. കാണണ്ടവനെ കണ്ടാ നിന്റെ ആവിചാരവും പാരമ്പര്യവും എല്ലാം പോകും. സ്വോത്രം. ഇന്ന് രാത്രി ദൂതേറ്റെടുത്തുകൊണ്ട് നീ പോകാവൂ. അങ്ങനെയെങ്കിൽ ഇൻഫെക്റ്റഡ് വാട്ടർ നമ്മുടെ പൈപ്പിനകത്തും ടാപ്പിനകത്തും വരുന്നത് നിത്യജീവന്റെ ജീവജല പാനം ചെയ്തവർ കാന്തന്റെ വരവിലെടുക്കപ്പെടും. 3ാമത്തെ സയൻസ്. 4 ഇവിടെ വരാൻ പോകുന്ന രക്തവെള്ളം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഇതെല്ലാം ഇവിടെ നടക്കുന്ന സംഭവങ്ങളായപ്പോൾ അതിൻ്റെ പുറയുള്ള കാര്യങ്ങൾ. വെളിപ്പാട് 8 വാക്യങ്ങൾ. മോൾ വായിച്ചോട്ടെ. വെളിപ്പാട് 8 വായിച്ചോട്ടെ. രണ്ടാമത്തെ ദൂതൻ ഊതി, അപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. അതിന്റെ പേരാ നക്ഷത്രങ്ങൾ വീട്. സ്റ്റാർ വാർസ്. അതാണ് ഈ നക്ഷത്ര ദുരന്തം വരാൻ പോകുന്നത്. ഞാൻ കാണിക്കാം മോനെ, ഇത് ലൈവ് കൊടുത്തോണം. ഞാൻ പോയാലും കുഞ്ഞമ്പാശം വിളിക്കരുത്. നക്ഷത്ര സ്ഫോടനം ദാ വരുന്നു. കടലിലേക്ക് മല പോലെ നക്ഷത്രങ്ങൾ വീഴും. നക്ഷത്ര സ്ഫോടനം. ഇതിനാ സ്റ്റാർ വാർസ്. കാന്തന്റെ പരമ്പിൽ കൈവിടപ്പെട്ടു പോയാൽ എവിടെ വീണ്? എല്ലാവരും കേട്ടാട്ടെ. വായിരുമോളെ. കടലിൽ 1/3. വായിച്ചേട്ടെ, ഒന്നുകൂടെ വായിച്ചു. രണ്ടാമത്തെ ദൂതൻ ഊതി, അപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. അടുത്തത് രക്തവെള്ളം കുടിച്ചവർ വായിക്കാം മക്കളെ. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. ദാണ്ട വരുന്ന ജലദുരന്തം. എല്ലാം വെള്ളം കുടിച്ച്, രക്തവെള്ളം കുടിച്ച് മരിക്കും. എല്ലാ അച്ചായന്മാരും ഇപ്പം കേട്ടോണം. കാന്തന്റെ പരമ്പിൽ കൈവിടപ്പെട്ടു പോയാൽ, ആകാശത്ത് നിന്ന് നക്ഷത്ര സ്ഫോടനം പോലെ മല പൊട്ടിയാൽ, 1 അഗസ്ത്യാർ മല, നിങ്ങളുടെ തൊട്ടടുത്ത് നെയ്യാർ അഗസ്ത്യാർ മല വീഴും. 2 അരുവിക്കര ഡാം വീഴും. അത് കഴിഞ്ഞ് ഒറ്റശേഖരമംഗലത്ത് കിണറ്റിനകത്ത് വീഴും. അതിനകത്ത് കടലിനകത്തും വീഴും. കാന്തന്റെ പരമ്പിൽ കൈവിടപ്പെട്ടാൽ എല്ലാവരും ഇത് കേൾക്കണം. രാത്രി കിടന്നുറങ്ങുമ്പോഴാ ഈ സ്റ്റാർ വാർസ് നക്ഷത്രങ്ങൾ വീഴുന്നത്. അതിനാസ്പദമായി എന്താ സംഭവിക്കുന്നത്? കിണറ്റിനകത്ത് വീഴും, മലയിൽ വീഴും, അരുവിക്കര ഡാമിൽ വീഴും. അന്ത്യകാലം.
രാവിലെ 5:30 മണിക്ക് ഒരാൻറ്റി അച്ചായന് ചായ ഇടാൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയാൽ എല്ലാവരും കേൾക്കണം, വരാൻ പോകുന്നത് രക്തവെള്ളം. തീർന്നില്ല. നെയ്യാറിൻ്റെ കൈവഴി അതാണ്ട് നിങ്ങളുടെ തൊട്ടപ്പുറത്ത് മണ്ഡപത്തിൻ കടവ് കൂടെ വന്നിട്ട് ബിരായിമൂട്ടി കൂടെ പോകുന്നത്. അങ്ങനെയെങ്കിൽ അഗസ്ത്യാറിലൊന്ന് വീണാൽ പന്ത വഴി വരുന്ന വെള്ളം മുഴുവൻ രക്തവെള്ളം. അത് കഴിഞ്ഞിട്ട് അരുവിക്കര ഒരെണ്ണം വീണാൽ തിരുവനന്തപുരം പട്ടം കേശവദാസപുരം സ്റ്റാച്യു സെക്രട്ടേറിയറ്റ് എല്ലാം ഡാമിലെ വെള്ളം രക്തവെള്ളം. അങ്ങനെയെങ്കിൽ കടലിനകത്തും ചിറയ്ക്കകത്തും വീണാൽ രക്തവെള്ളം. നാടൻ മലയാളം. 5:30 സഹോദരി എഴുന്നേറ്റ് കാപ്പിയിടുന്നത് രക്തവെള്ളം. 7:30 കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ ടാപ്പ് തുറക്കും. നെയ്യാർ ജലവൈദ്യുത പദ്ധതി നോക്കുമ്പോൾ ടാപ്പിനകത്ത് രക്തവെള്ളം. അപ്പോൾ ആരാണ്ട് പറയും കള്ളിക്കാട് ചിറയുണ്ട്, അവിടെ പോയാൽ തുണി കഴുകാം. അതുകൊണ്ട് ആക്റ്റീവയ്ക്കകത്ത് എല്ലാം കൂടെ കെട്ടി കള്ളിക്കാട് ചിറയെ കഴുകാൻ പോകുമ്പോൾ അവിടെയും കിടക്കുക നക്ഷത്രങ്ങൾ വീണത്, അവിടെയും രക്തവെള്ളം. അതിൻ്റെ പേരാ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ജലദുരന്തം. ദാ കിടക്കുന്ന സോമാലിയ വീണത് ദൈവമക്കൾ കാണട്ടെ. അന്ത്യകാല സയൻസ് എല്ലാവരും കേട്ടോണോ? സോമാലിയ വീണ് കിടക്കുക ജലദുരന്തം. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കാപ്പിയിടുന്നത് രക്തവെള്ളം, തുണി കഴുകുന്നത് രക്തവെള്ളം, കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴുന്നത് രക്തവെള്ളം. അപ്പച്ച അമ്മച്ചി ആര്യങ്കോട് ആ രക്തവെള്ളം നമ്മുടെ അടുപ്പിനകത്ത് കാപ്പി ഇടുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം നമ്മുടെ ഉടുപ്പ് കഴുകുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും. എന്നൊക്കെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മശിഹ കാൽവറിയിൽ പരമയാഗമായി ഏലി ഏലി ലമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? പാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു, എൻ്റെ മുഖരോമങ്ങളെല്ലാം പിച്ചി ചീന്തി, എനിക്ക് ദാഹിക്കുന്നു, സകലത് നിവർത്തിയായി കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ശ്രദ്ധയോടൊരു സൈന്യാധിപൻ കുന്തമെടുത്തു, പടയാളി ഏറ്റെടുത്തു, ടെറ്റലസ്റ്റായി എൻ്റെ യേശുവിൻ്റെ ചങ്കിനകത്ത് കുത്തി 5 ലിറ്റർ രക്തവും വെള്ളവും ഒഴിയെങ്കിൽ ഇവിടെ രക്തമഴ പെയ്യുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ കാന്തൻ വരാറായി. ആര്യൻകോട് ചന്തേ കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥൻ്റെ വരവിൻ്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. 2ാമത് രാത്രിയിലും മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് മനുഷ്യരുടെ ഇടയിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഏക നാമം യേശു ക്രിസ്തുവിൻ്റെ നാമം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. 5ാമത്തെ ഒരു സയൻസ് കഴിഞ്ഞ് ഇടവേള, പിന്നെ 2 കാര്യം കൂടെ കഴിയുമ്പോൾ ഈ രാത്രി നിർത്തുക. അങ്ങനെയെങ്കിൽ 3ാമത് ഭൂകമ്പം. എല്ലാവരും കേട്ടോണം, സകല സ്ഥലത്തും ഭൂകമ്പങ്ങൾ. അതായത് വെനീസ്വലയിലെ ഭൂകമ്പം. പാസ്റ്റർ കഴിഞ്ഞ ദിവസം നോട്ടീസ് അടിച്ചപ്പോൾ കൊളംബിയായി തീപ്പെട്ടി മറിയുന്നല്ലേ ഭൂകമ്പം. വെനീസ്വലയിലെ ഭൂകമ്പത്തിലെ രക്തചന്ദ്രനെ കാണുന്നത്. നമ്മുടെ സെൻറ്റർ സൂര്യൻ, താഴെ ഭൂമി, ചന്ദ്രന് ഒരു പ്രകാശമില്ല. ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന പ്രകാശമാണ് ചന്ദ്രനിൽ കയറുന്നത്. ഭൂമിക്ക് പ്രകാശം കിട്ടിയിൽ ചന്ദ്രന് വരുന്നത് ആ രക്തചന്ദ്രൻ, അതാ വെനീസുലെ രക്തചന്ദ്രൻ. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഭൂകമ്പം. എല്ലാവരും ഈ കാര്യം കൂടെ കേട്ടോണം, നാട്ടുകാർക്ക് ഓൺലൈനിൽ അയച്ചു കൊടുക്കണം. നാം പാർക്കുന്ന ഭൂമി എല്ലാവരും കേട്ടോട്ടെ. 5.25 കോടി കിലോമീറ്ററാണ് ഭൂമി. അതിൽ 3.25 ലക്ഷം കോടി കിലോമീറ്റർ വെള്ളമാണ്, 1/2 ഭാഗം. ഭൂമിക്ക് എത്ര തട്ടുണ്ട്? 4 തട്ട്. 1ാമത്തെ തട്ട് ക്രിസ്റ്റ്, അതിൻ്റെ പേരാ വെള്ളം കിട്ടും, എല്ലാം 80 കിലോമീറ്റർ. 2ാമത്തെ തട്ട് 2000 കിലോമീറ്ററാണ്, അതിൻ്റെ പേരാ മാൻഡിഡ്. മാൻഡിഡിനടി ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, പാണ്ടിലോറിക്ക് വെച്ചിരിക്കുന്ന പ്ലേറ്റ്, ടെക്ടോണിക് പ്ലേറ്റ്. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ടാണ് സങ്കീർത്തനം 104 ഭൂമിയെ ഒരു കാലത്തും ഇളകാതെ വണ്ണം അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ ദൈവം നിർമ്മിച്ചിരിക്കുന്നു. വീണ്ടും അടുത്തത് ഇയ്യോബിനോട് സ്വർഗം ചോദിച്ചു. പെന്തിക്കോസ്തുകാർ വാക്യം വായിക്കേണ്ട മോളെ, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു? പ്രഭാതത്തിൽ പ്രപഞ്ച നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? മകേരത്തിൻ്റെ രാശി ചക്രങ്ങളെ നീ കണ്ടിട്ടുണ്ടോ? കാർത്തികയുടെ ചങ്ങലെ ബന്ധിക്കാവോ? അപ്പോൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ട ആശാരി ആരാ? ബാലരാമപുരം ഗോപിനാഥൻ ആശാരി അല്ല, സ്വർഗത്തിലെ ദൈവം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി. അപ്പോൾ ടെക്ടോണിക് പ്ലേറ്റ്. 1ാമത്തെ പ്ലേറ്റാണ് നെയ്യാറ്റിൻകര കൂടെ പോകുന്നത്. അതിലെ കൂടെ ഭാരത് ജോഡോ യാത്ര ആര് നടത്തി? രാഹുൽ ജി. കന്യാകുമാരി, കാശ്മീർ, അത് കഴിഞ്ഞ് പാകിസ്ഥാൻ, അത് കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഗൾഫ് രാജ്യം, തുർക്കി. 1ാമത്തെ പ്ലേറ്റ് ടെക്ടോണിക്. 2ാമത്തെ പ്ലേറ്റ് ന്യൂഡൽഹി, ബർമ്മ, റംഗൂൺ, തായ്വാൻ, UK വരെ പോകുന്നത്. അതിൻ്റെ പേരാ ടിബറ്റൻ പ്ലേറ്റ്. PSC എഴുതുന്ന കുഞ്ഞുങ്ങൾ ഇതൊക്കെ എഴുതിക്കോ, അന്ത്യകാലമാണ്. അതുകൊണ്ടാണ് ഗുജറാത്ത് കുലുങ്ങുമ്പോൾ കൊച്ചി കുലുങ്ങും, ദുബായ് കുലുങ്ങുമ്പം ഗുജറാത്തും കുലുങ്ങും. എല്ലാം ഒരു കമ്പിയില്ല, പാണ്ടിലോറിയുടെ കമ്പി കിടക്കുന്ന പോലെ. സ്വോത്രം. അന്ത്യകാലം. അത് കഴിഞ്ഞ് 4ാമത്തെ ഒരു തട്ടുണ്ട്. അതിൻ്റെ 1 സ്ലീപ്പർ, 2 ജനറൽ, 3 തേർഡ് AC. മനസ്സിലാക്കുന്നവർക്കായി. അതിൻ്റെ പേരാ 1 പാതാളം, 2 പുറത്തെ ഇരുട്ട്, 3 യാതനാസ്ഥലം. സ്വോത്രം. അങ്ങനെ പോയ ഏതെങ്കിലും ഉണ്ടോ?
അങ്ങനെ പോയൊരു അച്ചായനുണ്ട്, ലൂക്കോസ് 16. അച്ചായൻ്റെ പേര് പിന്മാറ്റത്തിൽ പുത്തൻ വീട്ടിൽ തോമാച്ചായൻ. സന്തോഷമില്ലല്ലോ, സ്വോത്ര അച്ചായൻ്റെ പേര് ലൂക്കോസ് 16. മനസ്സിലാക്കുന്നവർക്കായി നമ്മുടെ ഒറ്റശേഖരമംഗലം പിടിക്കാം. 2 അച്ചായന്മാർ. ഒന്ന് ധനവാൻ തോമാച്ചായൻ, വീട്ടിൻ്റെ മുമ്പിൽ ലാസറും ഉണ്ടായിരുന്നു. ആ തോമാച്ചാനെ കുറ്റം പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒരു പരിപ്പോടെയും ചായെങ്കിലും കൊടുക്കും. അതുകൊണ്ടാണ് ലാസർ അവിടെ ഇരുന്നത്. ഞങ്ങളെപ്പോലുള്ള അച്ചായന്മാരെന്നെ പൊമറേനിയനെ അടിച്ചു വിട്ടാണ് ഭാഷ. സ്വോത്രം മനസ്സിലാകുന്നവർക്കായി. അങ്ങനെ ഇരുന്നപ്പോൾ 2 എണ്ണത്തിന് കോവിഡ് വന്ന് 2 എണ്ണത്തിന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. നമ്മുടെ സുഹൃത്ത് വളരെ നല്ല ഡോക്ടർ പറഞ്ഞു, അച്ചായൻ്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു മരിച്ചു പോകത്തേ ഉള്ളൂ. അപ്പോൾ മക്കൾ പറഞ്ഞ് കിംസിലേക്ക് കൊണ്ടുപോകാൻ പ്രോട്ടീൻ ട്രിപ്പ് കൊടുക്കാമെന്ന്. എന്തായാലും അവിടെ കൊണ്ടുപോയി. ലാസർ ആരും നോക്കിയില്ല, അവിടെ മരിച്ചു. 5-8 ചെറുപ്പക്കാർ മലമുകളിൽ കൊണ്ട് അവനെ കുത്തി താക്കുകയും ചെയ്തു. സ്വോത്രം അടക്കം എങ്ങനെയാണെന്നറിയാം. ധനവാൻ കിംസിൽ കയറി, എല്ലാവരും കേട്ടാട്ട് പ്രോട്ടീൻ ട്രിപ്പൊക്കെ കൊടുത്ത് എല്ലാം റെഡിയായി. കോവിഡ് നെഗറ്റീവ്. അപ്പോൾ ഡോക്ടർ ഒരു 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാം. ഒരു മോൻ കുവൈറ്റ്, മറ്റവൻ UK. വീഡിയോ കോളൊക്കെ വിളിച്ച് ഇന്ന് കുഞ്ഞുങ്ങൾ പാട്ട് പാടിയോലെ നല്ല പാട്ടൊക്കെ പാടി. എന്തായാലും ഡിസ്ചാർജിൻ്റെ തലേന്ന് രാത്രി ഒരു മാടനടി അടിച്ചു. ധനവാൻ മരിച്ചുപോയി. മനസ്സിലാകുന്നവർക്കായി. കുഞ്ഞുങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വന്ദേ ഭാരതിൽ വരാം, ഫ്രീസറിൽ വെച്ചു. എന്നിട്ട് നേരെ നല്ലൊരു പാട്ട് പള്ളി വരാത്ത ധനവാന് വേണ്ടി കൊയറ് പാടും. ലോകെ ഞാനെൻ നോട്ടം തികച്ചു. സന്തോഷമില്ലല്ലോ. നാളെ ചാത്തന്നൂരിൽ കള്ളി ഷാപ്പിൽ കത്തിക്കുത്തേറ്റ ഒരു ക്രിസ്ത്യാനി അച്ചായനെ പാടുക. എന്താ, നിന്നെ എതിരേക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ. സന്തോഷമില്ലല്ലോ, ക്രിസ്ത്യാനി പാടുക. ഷാപ്പിൽ കത്തിക്കുത്തേറ്റ് മരിച്ച അച്ചായന് നിന്നെ എതിരേക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ. അച്ചായനെ ഇവിടെ കൊണ്ടുവന്ന് ഒറ്റശേഖരമംഗലത്ത് നല്ല ശുശ്രൂഷ പാസ്റ്റർമാരും അച്ഛന്മാരും എല്ലാം കൂടെ പറഞ്ഞു നല്ലവനായിരുന്നു, വല്ലവനായിരുന്നു, പള്ളിക്ക് ഫാൻ തന്നതെല്ലാം തന്നു. നല്ല അടക്കവും. മനസ്സിലാകുന്നവർക്കായി. റീത്ത് വെറൈറ്റി മാർബിള്. അപ്പോൾ ഈ അച്ചായൻ്റെ എല്ലാവരും കേട്ടാട്ടെ, അച്ചായൻ്റെ മോനൊരു ജോസൂട്ടി ഉണ്ടായിരുന്നു. ജോസൂട്ടിയുടെ മോനൊരു കൊച്ചുമോനുണ്ടായിരുന്നു, ജിത്തു. ഈ അച്ചായ ഇവിടെ കള്ളു കുടിക്കത്തില്ലായിരുന്നു. പാറശാല പ്രശാന്തിയിൽ നിന്നാണ് കള്ളു കുടിച്ചിട്ട് വരുന്നത്. ഇവിടുത്തുകാർ കാണുമെന്ന് വിചാരിച്ചു. സ്വോത്രം അവന് കൊണ്ടുവരുമ്പോൾ ഗാലക്സിയുടെ ചോക്ലേറ്റ് കൊണ്ടുവരുമായിരുന്നു. സ്വോത്രം ശുശ്രൂഷയുടെ അവസാന ഘട്ടം ശുശ്രൂഷിപ്പിക്കുന്ന പാസ്റ്റർ പറഞ്ഞു, വീട്ടുകാരല്ലാത്തവരെല്ലാം മാറിയാട്ട് ഇപ്പോൾ ബോഡി മോർച്ചറി ഫ്രീസറിൽ നിന്ന് മാറ്റി പെട്ടിയിലാക്കാൻ പോവുക. അപ്പോൾ വീട്ടുകാർ മാത്രം അവിടെ നിന്നു. അപ്പോൾ ഈ ജിത്തുമോന് അപ്പച്ചൻ മരിച്ചു, ഇനി ഗാലക്സി കിട്ടത്തുമില്ല. പഴയ നോക്കിയയുടെ 500 ഗ്രാമിൻ്റെ മൊബൈലുണ്ടായിരുന്നു. അവൻ ചാർജ് ചെയ്ത് ആ തലേണയുടെ കീഴിലോട്ട് വെച്ച് എവിടെയെങ്കിലും പോകുമ്പോൾ അപ്പച്ചൻ ഒരു മെസ്സേജ് അടിക്കുമെന്ന്. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം അപ്പച്ചൻ മരിച്ച് നല്ല അടക്കം. എവിടാ പോയത്? സ്വർഗത്തിലല്ല, പാതാളത്തിൽ. സ്വോത്രം ധനവാൻ അവിടെ ചെന്നപ്പം ആര്യങ്കോടേയും ചെമ്പൂരെയും വലിയ വഴിയിലെ എല്ലാ കള്ളുകൂടിയന്മാരും അവിടെ വയ്ക്കുക. സ്വോത്രം അവർ ധനവാനോട് പറഞ്ഞ് എത്ര യോഗം നടന്ന്, പെരുങ്കടവിള നടന്നു, കീഴാറൂർ നടന്നു, ഒറ്റശേഖരമംഗലത്ത് എറിഞ്ഞു, ആര്യങ്കോട് നടന്ന്, എങ്ങനെങ്കിലും രക്ഷപ്പെട്ടുകൂടെ എന്ന്. സ്വോത്രം അവിടെ ചെന്നപ്പോൾ ധനവാൻ മേലോട്ട് നോക്കി. ഇതുവരെ താഴെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരുന്നത്. അന്നേരം മേലോട്ട് നോക്കിയപ്പോൾ ലാസർ അബ്രഹാം പിതാവിൻ്റെ മടിയിരുന്ന് നല്ല ശവനപ്പ് കുടിച്ചുകൊണ്ടിരിക്കുന്ന. മനസ്സിലാകുന്നവർക്കായി. ഉടനെ ധനവാൻ പറഞ്ഞു, സ്വർഗത്തോട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് ശവനപ്പ് തരണമെന്ന്. അപ്പോൾ സ്വർഗം പറഞ്ഞ്, ഞങ്ങൾക്ക് നടുവിലൊരു പിളർപ്പുണ്ട്, രക്ഷയില്ല. അപ്പോൾ പറഞ്ഞ് ലാസറിന് ഒരു മൈക്രോഫോണുമായിട്ട് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് പരസ്യയോഗത്തിന് അയക്കണമെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം ധനവാൻ പറഞ്ഞതാ. അപ്പോൾ സ്വർഗം പറഞ്ഞു, അവിടെ മോശയും പ്രവാചകന്മാരുണ്ട്, അങ്ങോട്ട് പോകത്തില്ല. അന്നേരം ഉണ്ടല്ല 2018 കണക്ക് പ്രളയം വന്ന്. എല്ലാവരും കേട്ടോണോ? 2018 പ്രളയവും വന്ന് സപ്ലൈ എല്ലാം നരകത്തിൽ പോയി. 40 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം ചാലുവായത്. ഇതെല്ലാം എന്താ, നമ്മുടെ ട്രാൻസ്ഫോമർ കറണ്ട് വന്നപ്പോൾ ധനവാൻ മൊബൈലൊന്ന് ഓണാക്കിയപ്പോൾ ആദ്യത്തെ കോള്, ഇന്നത്തെ ടച്ചല്ല, പഴയ മൊബൈൽ, വീട്ടിലൊക്കെ മൈ ഹൗസ്. വീട്ടിൽ റിങ് എടുത്തപ്പോൾ ഒരു പാട്ട്, ഇസ്രായേലിൻ നാഥനായി വാഴുമേഘ ദൈവം. പണ്ടത്തെ പാട്ട് ലജ്ജാവതി എന്നിൻ്റെ കള്ളക്കട കണ്ണിലായിരുന്നു. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം ആരെയും ദുഃഖിക്കാനല്ല. അപ്പോൾ ധനവാൻ ഒരു സംശയം, എൻ്റെ വീടാന്ന് ഒന്നുകൂടെ അടിച്ചു അതേ പാട്ട്. അപ്പോൾ ജോസൂട്ടി എടുത്ത്, മോനെ ഏത് ഉപദേശി വന്ന് മുറ്റത്ത് കൺവെൻഷന്. ഉടനെ പറഞ്ഞു, അച്ഛാ മിറ്റത്ത് കൺവെൻഷനല്ല, അച്ഛൻ്റെ 40 പാട്ട് കുർബാനയാണ്. സ്വോത്രം ചൂട് നല്ലതായോണ്ട് കാട്ടാക്കട വിസ്മയെന്ന് കൊണ്ടുവന്ന പാലപ്പം, മട്ടൻ കറി, ചായയില്ല, സെവനപ്പെന്ന്. സ്വോത്രം ഉടനെ ജോസൂട്ടിയോട് പറഞ്ഞ്, നീ 3 സെവനപ്പെടുക്കണം, പട്ടത്തിനടുത്ത് PMG ചെല്ലണം, എഴുതിക്കോ. ധനവാൻ തോമാച്ചാൻ, പിന്മാറ്റത്തിൽ പുത്തൻ വീട്, കെയറോ പാതാളം, 69-19-10. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ ചായ. സ്വോത്രം കർത്താവിനെ കാണാത്ത സകല അച്ചായന്മാരും താഴെ പോകും. അതാ സഖാവ് VS പറഞ്ഞത്, ഒരുവൻ സർവ്വലോകവും നേടിയാലും. സന്തോഷമില്ലല്ലോ. മത്തായി 16:26. സഖാവ് VS വീണ്ടും പറഞ്ഞു, മർക്കോസ് 9:48-49, കേടാത്ത തീ ചേകാത്ത പുഴു. മനസ്സിലാകുന്നവർക്കായി. കർത്താവിനെ കാണാത്ത സകല ആരും കൂടെ അച്ചായന്മാർ പോകുന്ന ഇതിനകത്താവും. അങ്ങനെയെങ്കിൽ മുല്ലപ്പെരിയാർ 1ാമത്തെ ഇടവേളയിലേക്ക് പോകാൻ പോകുന്നു. വലിയ ഭൂകമ്പം വരുമ്പോൾ കേരളത്തിന് എന്ത് സംഭവിക്കും? 1994 സെപ്റ്റംബർ മാസം 30. എല്ലാവരും കേട്ടാട്ട്,
മഹാരാഷ്ട്രയിലെ ലത്തൂർ. ഇതാണ് രാഷ്ട്രീയക്കാർ മുഴുവൻ കേട്ട പ്രസംഗമായത്. ഒന്നുകൂടെ പറയാം, മഹാരാഷ്ട്രയിലെ ലത്തൂർ. അവിടെ ഭൂകമ്പം സെപ്റ്റംബർ 30 10,000 പോയി. പ്ലേറ്റ് ഇളകി. മഹാരാഷ്ട്ര, കർണാടക, ഗോവ, മംഗലാപുരം, സുൽത്താൻ ബത്തേരി, നേരെ കൊച്ചി കടൽ. ഈ പ്ലേറ്റ് 1 കൊച്ചി കടലിൽ നിന്ന് സപ്ലേറ്റ് മൂവാറ്റുപുഴ, തൊടുപുഴ, ഉപ്പുതറ, കാഞ്ചിയാർ, വള്ളക്കടവ്, ബേബി ഡാം, മുല്ലപ്പെരിയാർ. കേൾക്കണം, ഇവിടുത്തെ മുഖ്യമന്ത്രി വരുന്ന കേട്ടതാ പ്രസംഗങ്ങൾ. സ്വോത്രം. അവർക്ക് അപ്പഴാ സയൻസ് പിടിയിട്ട് അന്നാ മുല്ലപ്പെരിയാറിൽ വിള്ളൽ. എന്താ മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം? തിരുവിതാംകൂർ രാജകുടുംബം കമ്പന്തേനി ഡിസ്ട്രിക്റ്റിന് കൃഷിക്ക് വേണ്ടി കൊടുത്ത മുല്ലപ്പെരിയാർ 1000 വർഷത്തെ പാഠം ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ, ഡാം ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ്റെ പേരാ എന്താ, ജോൺ പെൻഹുഡ്. കുഞ്ഞുങ്ങൾ എഴുതിക്കോ. ഒരു ബ്രിട്ടീഷുകാരൻ ശാസ്ത്രജ്ഞനാണ്. പൈസ കൂടുതൽ കിട്ടാൻ വേണ്ടി, അല്ല പൈസ തികയാഞ്ഞാൽ ബ്രിട്ടനിൽ നിന്ന് പൈസ കൊണ്ടുവന്നതാ. അയാൾ പറഞ്ഞ 50 വർഷമേ ഡാമിന് ഗ്യാരണ്ടി ഉള്ളെന്ന്. 50 വർഷം. കഴിഞ്ഞ ദിവസവും ഞാൻ ഇടുക്കി പ്രസംഗിച്ചപ്പം അവർ ചോദിച്ചു, പാസ്റ്റർ ഇതെന്താ പൊട്ടാത്തതെന്ന്. ഞാൻ പറഞ്ഞു, മലയാളി പണിയാത്തോണ്ടാ പൊട്ടാത്തതെന്ന്. സന്തോഷമില്ലല്ലോ. ഇംഗ്ലീഷുകാരൻ ജോൺ പെൻഹുഡ്, 2 പ്രാർത്ഥിക്കുന്നവർ. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ തിരുവനന്തപുരത്ത് നമുക്ക് സന്തോഷമില്ലല്ലോ. എവിടെ സന്തോഷം? പത്തനംതിട്ട, വയനാട് വരെ ഇപ്പോഴത്തെ പ്രളയത്തിൽ എഡ്വിൻ പാസ്റ്റർ സകലതും പരിപാടിയായി. റാന്നി കിടന്നവൻ്റെ കഴുത്ത് വരാ വെള്ളം. സ്വോത്രം. നാളെ കഥയും കൂടെ പറഞ്ഞു തരാം. സ്വോത്രം. തിരുവനന്തപുരത്ത് വല്ല പ്രളയവും വന്നോ, അലർട്ട് വന്നോ, മാംഗോ വന്നോ, യെല്ലോ വന്നോ. കൊല്ലത്താന്നേ യോഗമില്ല. പിന്നെ ഈ കൊല്ലം രക്ഷപ്പെടാൻ കാര്യം മുല്ലപ്പൊടി ഏൽപ്പിച്ച് കിടക്കും, കല്ലിനും ഉണ്ട് സൗരഭ്യം. സന്തോഷമില്ലല്ലോ. ഇവിടെ അടിച്ച് അവിടെയും കൂടെ വരും. അത് കർത്താവ് കാത്തോണ്ടാ. ഇത്രയും പ്രളയം വന്നിട്ടും ഇത്രയും പ്രശ്നം. വയനാട് ചുരം ഇടിഞ്ഞിട്ട് പോലും ഇവിടെ ഇടിയാത്തത് പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീരാണ്. കര ഉയരുന്നില്ലല്ലോ ചായ. സ്വോത്രം. ആ റാന്നിയിലെ വീഡിയോ മാത്രം ഇട്ടാൽ മതി, യേശു ജീവിക്കുന്നതെന്ന് നിങ്ങൾ കരമുയർത്ത് മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ നാട്ടുകാരോട് പറയുക, എത്ര പോവെന്നറിയാമോ? 45 ലക്ഷം. 5 ഡാം താഴെയുണ്ട്. 1 കല്ലാർകുട്ടി, 2 ഇടുക്കി, 3 മലങ്കര, 4 പിന്നെ ചെങ്കുളം, അത് കഴിഞ്ഞ് പന്നിയാർ. 5 ഡാമാ താഴെ കിടക്കുന്നത്. എല്ലാം കൂടെ പോകുന്ന നെയ്യാറിൻ്റെ കണക്കല്ല. 45 ലക്ഷം ജനം മരിക്കും മുല്ലപ്പെരിയാർ പൊട്ടിയാൽ. പത്തനംതിട്ടയുടെ ഒരു ഭാഗം, ഇടുക്കി കാണത്തില്ല, കോട്ടയം മുങ്ങിപ്പോവും. നെടുമ്പാശ്ശേരി എയർപോർട്ട് എയർ ഇന്ത്യ വെള്ളത്തിനകത്ത് മുങ്ങിപ്പോവും. അത്ര ഇതാ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ. 45 ലക്ഷം പേർ മരിക്കും. എന്തുകൊണ്ട് മുല്ലപ്പെരിയാർ പൊട്ടുന്നില്ല? ഇന്ന് രാത്രി ഇസ്രായേൽ ജനം മിസ്രൈമിൻ്റെ പാളയത്തിൽ നിന്നപ്പോൾ കട്ടക്കളത്തിൽ ഊര്യവിചാരകന്മാരുടെ ചാട്ടവാറേറ്റ് എന്താ സംഭവിച്ചത്? കട്ടളക്കാലിന്മേൽ കുറുമ്പടിമേൽ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. സംഹാരകൻ തൊടാൻ കഴിഞ്ഞില്ല. പഴയ നിയമത്തിൻ്റെ വിമോചകനായ മോശ കാഹളമോദിയപ്പോൾ ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം നടക്കും. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന ദൈവമക്കൾ നിത്യ വീട്ടിലെടുക്കപ്പെടും. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി 45 ലക്ഷം ജനങ്ങളെ ഇപ്പോൾ കൊല്ലുന്നവനാണോ നമ്മുടെ ദൈവം? നമ്മുടെ ദൈവം ആ ദൈവമല്ല. കരുണയുടെ ദൈവം, കൃപാലുവായ ദൈവം, ദയയുടെ ദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആരും കൂടി കൺവെൻഷനകത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്, മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്ന ശബ്ദം ലോകരാജ്യങ്ങളിൽ കേൾക്കുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങ്. അതിൻ്റെ പേര് കർത്താവ് തൻ ഗംഭീരനാദം. പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ആര്യങ്കോട് കൺവെൻഷൻ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ വരാറായി. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ രക്തതുല്യമായ അത്തിവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴെ വീണു. 1-ാമത്തെ ഇടവേള. സൂര്യൻ മനുഷ്യനെ കൊല്ലാനിറങ്ങും. അതിനു മുമ്പ് നീതി സൂര്യൻ വരും. 2 ഇവിടുത്തെ പാറ ആകാശത്തിൽ നിന്ന് വീഴും. അതിനു മുമ്പ് ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭയെടുക്കപ്പെടും. 3 ഇവിടെ ഇൻഫെക്ഷൻ വാട്ടർ വരാൻ സാധ്യത. അതിനു മുമ്പ് ജീവജല നദിയിൽ നിന്ന് ഉറവയിൽ നിന്ന് പാനം ചെയ്തവനെ ചേർക്കാൻ കാന്തൻ വരും. 4 സമുദ്രത്തിലും പുഴകളിലും രക്തവെള്ളം വരും. അതിനു മുമ്പ് ചങ്കില ചോരയാൽ കഴുകപ്പെട്ട മക്കളെ ചേർക്കാൻ യേശു വരും. 5 മുല്ലപ്പെരിയാർ പോലെ വലിയ ഭൂകമ്പങ്ങളും അണകെട്ടുകളും തകരുന്നൊരു കാലം വരും. അതിനു മുമ്പ് കാന്തന്റെ ഗംഭീരനാദം മധ്യാകാശത്തിൽ മുഴങ്ങും. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. 2-ാമത് കൺവെൻഷൻ ഓൺലൈൻ മീഡിയ സഹോദര
சகோதரங்கள் எங்கே இருந்து பார்க்குது தாயை தகர்ப்பரே தம்பி தங்கச்சி இந்த நாள்களில் உண்மையான நல்செய்தி கூட்டங்க 2வது இரவு நீ எங்க கூட போகாது எங்கே உட்காருன நெஞ்ச கை கொடுத்து ஏசப்பா என் ஏக தெய்வம் ஏசப்பா என் ரேக ரட்சக ஏசப்பா ராஜாதி ராஜாவாய் மടങ്ങി വരുന്നു ഹൃദയം കൊണ്ട് വിശ്വാസത്തെ ഏറ്റ് ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിൽ കടന്നാൽ നിന്റെ പേര് ജീവപുസ്തകത്തിൽ ചേർക്ക് ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ കാന്തൻ മടങ്ങി വരാറായി ആത്മാവ് സഭകളോട് പറഞ്ഞ ചെവിയുള്ളവൻ കേൾക്കട്ടെ